ബാലുശ്ശേരി ഗജേന്ദ്രൻ എന്ന ആനയെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിന് വിലക്ക്. ആനയ്ക്ക് പരിക്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത്. കളക്ടർ അധ്യക്ഷനായ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് ഉത്തരവ്. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ആനയ്ക്ക് എന്ത് പരിക്കാണ് കണ്ടെത്തിയിരിക്കുന്നത്? എഴുന്നള്ളിക്കണമെന്ന ആവശ്യം ആരുടേതായിരുന്നു? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ? മാധു, ആനയുടെ കൈകാലുകളിലാണ് പരിക്ക്. ആനയെ നേരത്തെ തന്നെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തതാണ്. അതായത് കൊയിലാണ്ടി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 2 ആനകളിടഞ്ഞ് 3 പേർക്ക് ജീവൻ നഷ്ടമായി. തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റി. പക്ഷേ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് അനുമതിയില്ലാതെ ബാലുശ്ശേരിയിലെ ഒരു ക്ഷേത്രത്തിൽ ഗജേന്ദ്രൻ എന്ന ആനയെ എഴുന്നള്ളിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് കേസെടുത്ത് ആനയെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം നടത്തിയ വൈദ്യപരിശോധനയിലാണ് ഇപ്പോൾ ആനയുടെ കൈകാലുകളിൽ പരിക്ക് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പരിക്ക് ഭേദമാകുന്നത് വരെയാണ് ആനയെ എഴുന്നള്ളിക്കുന്നതിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയ്ക്കകത്തും അതുപോലെ ജില്ലയ്ക്ക് പുറത്തും ഈ ആനയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഉടമസ്ഥർ ഏറ്റിരുന്നു എന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആനയുടെ ഈ പരിക്ക് മാറി അതിനുശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് ആനയെ ഇനി എഴുന്നള്ളിപ്പിലും അതുപോലെ മറ്റു പൊതുപരിപാടികളിലും പങ്കെടുപ്പിക്കാൻ കഴിയുക എന്നാണ് വനം വകുപ്പ് ഉത്തരവിട്ടിട്ടുള്ളത്. ആനയ്ക്ക് ഈ പരിക്കുകൾ, കൈകാലുകളിലെ പരിക്ക് എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്.